കസർത്ത് മുഴുവിപ്പിച്ചിട്ട് ഞാൻ നദിയിൽ കുളിക്കാൻ പോകാൻ തുടങ്ങി. സയ്യിദ് മുഹമ്മദിനെയും പാത്തുക്കുട്ടിയെയും വിളിച്ചു. അപ്പോൾ അബിയും ലൈലയും കൂടി വന്നു. അവർ ബാപ്പയുടെ കൂടെ കുളിക്കാൻ പോയില്ല, എന്റെ കൂടെ കുളിക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. വിശേഷ കാരണമൊന്നുമില്ല. അബിയുടെ സ്ലേറ്റ് പെൻസിൽ ലൈല എടുത്ത് ഓടിച്ച് ചെറിയ കഷണങ്ങളാക്കി. ഈ കുറ്റത്തിന് അബിയെയും ലൈലയെയും ബാപ്പ കുളിപ്പിക്കാൻ കൊണ്ടുപോയില്ല. പാത്തുക്കുട്ടിക്കും അബിക്കും സ്ലേറ്റ് പെൻസിൽ വാങ്ങിക്കാൻ ഹനീഫ അരയണ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും മൂവാറ്റുപുഴ ആറ്റിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് കരയ്ക്കു നിർത്തി. എന്നിട്ട് മുങ്ങാങ്കുഴിയിട്ടും പതച്ചും അങ്ങനെ കുളിക്കുകയായിരുന്നു. അപ്പോൾ അബിയുടെ ഒരു വിളി കേട്ടു, "വല്യ മുത്താപ്പാ!" ഞാൻ തിരിഞ്ഞു നോക്കി. ആരും വെള്ളത്തിൽ ഇറങ്ങിപ്പോയിട്ടില്ല. ഞാൻ നീന്തി കടവിൽ ചെന്നു. "എന്താടാ?" അബി പറഞ്ഞു. "എനിക്ക് ട്രൗസർ ഇല്ല." അവൻ വ്യക്തമാക്കി. നാണം മറയ്ക്കാൻ അവനൊന്നുമില്ല. പരിപൂർണ നഗ്നനായി നാട്ടുവഴിയെ കൂടെ അവൻ എങ്ങനെ പോകും? ഞാൻ ചോദിച്ചു, "നീ വന്നതിങ്ങനെയല്ലേ?" "അതെല്ലാം ശരി, അതൊക്കെ അപ്പോൾ. ഇപ്പോൾ അബി അവന്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരുവനെ കടത്തുവഞ്ചിയിൽ കണ്ടു. അവൻ മുണ്ടുടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അബിയുടെ നാണം മറയ്ക്കാൻ ഞാൻ ഒരു തോർത്തു കൊടുത്തു. അപ്പോൾ പാത്തുക്കുട്ടിക്കും നാണസംബന്ധിയായ ആവശ്യം വന്നു. അവൾക്കും വേണം മുണ്ട്. ഞാൻ കുളി കഴിഞ്ഞ് എന്റെ മുണ്ടെടുത്തുടുത്ത് തോർത്തുരിഞ്ഞ് നനച്ച് പിഴിഞ്ഞ് തല തുവർത്തിയിട്ട് തോർത്തു വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് പാത്തുക്കുട്ടിയെ ഉടുപ്പിച്ചു. ലൈലായ്ക്കും സയ്യിദ് മുഹമ്മദിനും നാണം തോന്നി തുടങ്ങിയിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? എന്റെ പക്കൽ 2 മുണ്ടേ ഉള്ളൂ.